ഇമ്പാർട്ടേഷൻ പാർട്ട് 2, പകർച്ച പാർട്ട് 2. കഴിഞ്ഞ ദിവസം ഇമ്പാർട്ടേഷനെ കൊണ്ട് പറഞ്ഞ് നിർത്തിയത് സ്വർഗത്തിലെ ആർമറി ഓഫ് ഗോഡ്, അതായത് സ്വർഗത്തിലെ ആയുധശാല എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഒരു ആയുധശാലയുണ്ട്, അവിടെ യുദ്ധത്തിന് നല്ല ജയിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ പരിപാടികളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്വർഗത്തിൽ നിന്ന് ആയുധശാല കിട്ടണമെങ്കിൽ നമുക്കത് എവിടെയാണ്? വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ? അപ്പോസ്തലപ്രവൃത്തി 1:4-8 പറഞ്ഞു, മുകളിൽ നിന്ന് ശക്തി ലഭിക്കണം. മുകളിൽ നിന്നുള്ള ശക്തി എന്താ? പരിശുദ്ധാത്മാവ്. അപ്പോസ്തലപ്രവൃത്തി 2 മുകളിൽ നിന്ന് ശക്തി നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് അവരന്ന് ഒന്നിച്ചു കൂടിയിരുന്നപ്പോൾ, എല്ലാവരും കൂടിയിരുന്നപ്പോൾ വളർന്ന നാവ് പോലെ അഗ്നിനാവ് കടന്നു വന്നിട്ട് ഓരോരുത്തരുടെ മേൽ പതിക്കുകയും അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുകയും, അത് കഴിഞ്ഞപ്പോൾ പത്രോസ്, അന്ന് വരെ പേടിച്ചിരുന്ന പത്രോസ് എഴുന്നേറ്റ് നിന്ന് ദൈവവചനം പറയുകയും 4000-ഓളം പേര്, 3000-ഓളം പേരാണ് അന്നായി, പിന്നെ 4000, ഏകദേശം 7000 പേര് 2 പ്രാവശ്യമായിട്ട് പത്രോസ് പ്രസംഗിച്ചിട്ട് ദൈവത്തിലാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഇത് ചെറുതായിട്ടെടുക്കല്ലേ. സ്വർഗത്തിലെ ഈ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണെന്ന് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇച്ചിരി കൂടെ ഡീറ്റെയിൽഡായിട്ട് എഴുതിയിരിക്കുന്ന എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് 6 ഏകദേശം, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6:10-18 വരെയുള്ള വാക്യം വളരെ പ്രധാനം. ഒന്ന് വായിക്കാൻ പോവുകയാണ്. ഒടുവിൽ, അവൻ ലോകത്തിലുള്ള എല്ലാ ശക്തിയും ഉപയോഗിച്ച് കഴിഞ്ഞെന്ന്, ഒടുവിൽ കർത്താവിൽ അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടും. എന്തിലാണ് ശക്തിപ്പെടേണ്ടത്? കർത്താവിൽ. കർത്താവ് യുദ്ധം ചെയ്യും, യുദ്ധവീരനാണ്, അവൻ യുദ്ധം ജയിച്ചവനാണ്, യുദ്ധം തറലി ജയിച്ചവൻ, അട്ടർലി ഡിഫീറ്റഡ് ദ എനിമി. കറക്റ്റ്, അവൻ തോൽപ്പിച്ചു ശത്രുവിനെ. ആ ദൈവത്തെയാണ് വിളിച്ച് പറയുന്നത്. ആ ദൈവത്തിൻ്റെ ശക്തി പറയും തോറും ഇത് പറഞ്ഞ് നമ്മളിൽ ബലം പ്രവഹിക്കുക. ഇത് പറയും തോറും ആത്മാവിൻ്റെ ശക്തി കൂടുകയാണ്. നമ്മൾ പറയുമ്പം അന്ധകാര ശക്തിക്ക് അടുത്ത് നിൽക്കുകയാണ്, ദൈവദൂതന്മാർ ചുറ്റും നിൽക്കുകയാണ്, ദൈവത്തിൻ്റെ അനുകൂലമായ മൃഗങ്ങൾ നമുക്ക്, അതായത് സിംഹം വരുന്നു, ആന വരുന്നു, കാട്ടാന വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിൻ്റെ ആനകളും സിംഹങ്ങളും നമുക്ക് അനുകൂലമായിട്ട് വന്നിരിക്കും. എന്തിനാ? ദുഷ്ടൻ കയറാതിരിക്കാൻ. അങ്ങനെയും ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഒരു പ്രാവശ്യം അനുഭവിച്ചറിഞ്ഞു. നമുക്കെതിരായിട്ട് ഒരു ശത്രു വന്നു, കുറേ ആനകളെ ഞാൻ കണ്ടു, സ്വപ്നത്തിലാണ്. അപ്പോൾ ഞാൻ എന്താണ് ഈ ആനകളെ കാണുന്നത്? അവരെല്ലാം നിരനിരയായിട്ട് എല്ലാ ആനയുടെയും തുമ്പിക്കൈക്കകത്ത് വെള്ളം കൊണ്ടാണ് ഇവർ പോകുന്നത്. പോയിട്ട് വേറൊരാൾ എന്തോ ചെയ്തുകൊണ്ട് പൂജ നടത്തി എൻ്റെ മേലോട്ട് ചെന്ന് ഈ വെള്ളം ഒഴിക്കുന്നത് ഞാൻ കണ്ടതാണ്. അപ്പം ആനകളെ നമുക്ക് അനുകൂലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ശത്രുവായിട്ട് ആരെങ്കിലും ചെയ്യുന്നിടത്തേ ഇത് ചെല്ലത്തുള്ളൂ, അല്ലാത്തവരൊന്നും ദൈവം നോക്കത്തില്ല, അവരെന്തില്ലേക്ക്. പക്ഷെ നമുക്ക് ശത്രുവായിട്ട്, ദൈവത്തിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയായിട്ട്, ദൈവത്തിൻ്റെ കൈകളിൽ വരച്ചിരിക്കുന്ന എൻ്റെ അഭിഷിക്തന്മാരെ തൊട്ടുപോയേക്കരുതെന്ന് പറയുന്നിടത്ത് ദൈവം തൻ്റെ ശക്തി കാണിക്കും. പിന്നെന്താ? ദൈവത്തിൻ്റെ മക്കൾ ചിലപ്പോൾ മഴിക്കുന്നത് എന്താ? ശത്രുക്കൾ എന്താ? ഉപദ്രവിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. രക്തം ചൊരിഞ്ഞിടത്ത് കർത്താവ് വീണ്ടും വലിയ അതിശയങ്ങൾ നടത്തുന്നതാണ്. ഈ രക്തമൊക്കെ ചൊരിഞ്ഞ് കഴിഞ്ഞിട്ട് ചില പുരുഷന്മാരെ കൊല്ലും, അവരുടെ ഭാര്യമാർ അവിടെ തന്നെ നിന്ന് സുവിശേഷം കൊടുക്കുന്നതാണ്. അതൊക്കെ ഒരു അതിശയമല്ലേ? എങ്ങനെയാണ് നിൽക്കുന്നത്? കിരാത രാജ്യങ്ങളിൽ ദൈവത്തെ അറിയാത്തടത്ത് ചെന്നിട്ട് ദൈവത്തിൻ്റെ സുവിശേഷം ചത്താലും ബാക്കിയുള്ളവർ പിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എങ്ങനെയാണ് പറയുന്നത്? അതൊക്കെ ഈ ലോകത്തിൻ്റെ ആയുധങ്ങളല്ല, സ്വർലോകത്തിൽ, അതായത് ആർമറി ഓഫ് ഗോഡ്, സ്വർഗത്തിലെ ആയുധശാലയിൽ നീ എത്തിച്ചേരണം. അതാണ് ഈ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് ഡീറ്റെയിൽഡായിട്ട് എഴുതിയിരിക്കുന്നത്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടും. പിശാചിൻ്റെ വ്യക്തമായിട്ട് എഴുതി, പിശാചില്ല എന്നൊക്കെ ചിലർ പറയുന്നു. വേദപുസ്തകത്തിൽ പിശാചുണ്ടെന്നും 1/3 ഓഫ് ദ ജോബ് യേശുക്രിസ്തു വന്നിട്ട് ചെയ്തത് പിശാചിനെ അകറ്റുകയായിരുന്നു, പിശാചിനെ നശിപ്പിക്കുക, മാറ്റുകയായിരുന്നു. പിശാചിനെ ഇല്ലാതാക്കിയത് അവൻ്റെ ശക്തി ഇല്ലാതാക്കിയത് ക്രൂശയിലുമാണ്. അപ്പോൾ പിശാചിൻ്റെ തന്ത്രത്തോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കണം. കേട്ടോ, സർവായുധ വർഗം ഭൂമിയിലെന്നല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സർവായുധ വർഗം. എവറി വേർഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദൈവത്തിൻ്റെ സർവായുധ വർഗം, ഭൂമിയിലെ ആയുധമല്ല. അന്നപ്പോൾ ഗോലിയാത്ത് വലിയ ആയുധം, 9 അടി പൊക്കം, 2 നിര പല്ല്, കയ്യും കാലും ഉറയിട്ടിട്ടുണ്ട്, തലയിൽ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, ലോക ആയുധം എല്ലാം എടുത്തിട്ടുണ്ടല്ലേ വന്ന്. ഒരു ചെറിയ ബാലൻ സ്വർഗത്തിൻ്റെ ജ്ഞാനത്തിൽ ഒരൊറ്റക്കല്ല്, അവൻ്റെ ഇത്ര ഭാഗം മാത്രമേ തുറന്നിരുന്നുള്ളൂ, അവിടെ തന്നെ കൊള്ളിപ്പിച്ചു സ്വർഗത്തിൻ്റെ ആയുധം. ഇതൊക്കെ നമ്മുടെ മുമ്പിലില്ലേ? ഇതൊക്കെ പുസ്തകത്തിൻ്റെ താളുകൾ ചുമ്മാ എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നടന്നതാണ്, ഇത് നടക്കുന്നുണ്ട് ഇന്നും. പക്ഷേ ഇത് അറിയണം.
പറയാൻ ആൾ വേണം. കർത്താവ് പറയുന്നത് ഇതാണ്, ഇങ്ങനെ പറയുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡശക്തിയോട് ജഡരക്തത്തോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും ഉത്തരേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ച് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തു. അപ്പം നമുക്ക് യുദ്ധമല്ലേ പോരാട്ടം ജഡരക്തത്തോടെ അല്ല. മനുഷ്യരോട് വാശി തോന്നരുത്. വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൻ്റെ അധികാരം, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന, ഇതിനോടൊക്കെ യുദ്ധം ചെയ്യാൻ ഈ ലോകത്തിലെ ഇരുമ്പിനോ കമ്പിക്കോ സാധിക്കുമോ? അല്ലെ തോക്കിന് സാധിക്കുമോ? തീക്ക് സാധിക്കും? ഒക്കത്തില്ല. മനസ്സിലാക്കി വെറുതെ സമയം കളയല്ലേ. കർത്താവ് പറഞ്ഞു തന്നിരിക്കുന്നത് എന്തുവാണ്? സർവായുധം, ദൈവത്തിൻ്റെ സർവായുധം. അത് നോക്കാം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പായിട്ടും എല്ലാത്തിനും ഈ ദുഷ്ടൻ്റെ തീയമ്പുകളൊക്കെയും കെടുത്തുവാൻ തക്കമായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷയെന്ന ശിരസ്ത്രം, ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. കണ്ട, ആയുധം, സ്വർഗത്തിലെ വെപ്പൺ ഇതൊക്കെയാണ്. സ്വർഗമണ്ഡലത്തിലെ ആയുധങ്ങൾ പറയുന്നത് അരയ്ക്ക് സത്യം, ഇതൊക്കെ നമുക്ക് കാണാൻ പാടാണ്. ദേ ആർ ഇൻവിസിബിൾ. അരയ്ക്ക് സത്യം, നീതി കവചം, സമാധാന സുവിശേഷം, കാലിന് ചെരുപ്പ്, വിശ്വാസം, ദുഷ്ടനെതിരായിട്ടുള്ള തീ അമ്പ്, രക്ഷ ശിരസ്ത്രം, ദൈവവചനം ആത്മാവിൻ്റെ. ഏതെങ്കിലും കാണാമോ? ദൈവവചനം മാത്രമേ ഉള്ളൂ കാണാവുന്നത്. അത് ഒഫെൻസീവുമാണ്. അതായത് നമ്മളെ ഇങ്ങോട്ട് വരുന്നതിന് മുൻപേ അങ്ങോട്ട് ഇടിക്കുന്ന ഒഫെൻസീവ് എന്ന് പറയുന്നത്. മറ്റേതെല്ലാം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ശത്രുവിൻ്റെ ഒരു ആയുധം തൊടത്തില്ലെന്നേ. ഇത് സ്വർഗത്തിലെ ദിസ് നോളജ് ഹാസ് ടു ബി ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ വാക്യം അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്താണ്? ഇതൊക്കെ കുറേ നേരം എടുത്ത് വായിക്കണം, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. അരയ്ക്ക് സത്യം, നീതി കവചം. അരയ്ക്ക് സത്യം കിട്ടണം. അത് എത്ര പേർ കൊണ്ടുവന്നിട്ട് നീതിയാണ്, ദൈവവുമായിട്ടുള്ള റൈറ്റ് സ്റ്റാൻഡിങ് ആണ്. പിന്നെ രക്ഷ തലയ്ക്ക് ചുറ്റും ഉണ്ടായിരിക്കണം. വിശ്വാസം എന്ന ദൈവവചനം കൊണ്ടാണ്, അല്ല, ദൈവവചനം കാലിൽ ചെരുപ്പായിട്ടിരിക്കണം. പിന്നെ ആത്മാവിൻ്റെ വാള എന്ന ദൈവവചനം ഒഫെൻസീവായിട്ട് ഉപയോഗിക്കാൻ പഠിക്കണം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ള ഇരുവാൾത്തലയുള്ള വാള്, കാണുന്ന വാളല്ല, കാണാത്ത. ഈ ഒരു വചനം അയച്ചാൽ ഇരുവാൾത്തലയുള്ള വാള് ചെന്നിട്ട് അവൻ്റെ തല തെറിപ്പിച്ച് ഉരുണ്ടു പോകുന്ന കാണുന്നത് കണ്ടോണ്ട് നമ്മൾ അയച്ചാൽ മനുഷ്യരോടല്ലേ ദുഷ്ടാത്മാവിനോട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ മനുഷ്യരുണ്ടല്ലോ, ഈ പിശാച് പിടിച്ചേരിലുള്ള പിശാചിനെ ഇറക്കി കഴിയുമ്പോൾ എന്തോ ഒരു പാവം മനുഷ്യർ. കള്ളു കുടിക്കുന്നവരെ കണ്ട്, കള്ളുകൂടി മാറുമ്പോൾ അവരെന്തൊരു പാവങ്ങൾ. ഡ്രഗ്സ് എടുക്കുന്നവർ, എത്രയോ ഇന്നസെൻ്റ് ആയിട്ടുള്ളവർ ഈ ഡ്രഗിന് അഡിക്റ്റഡ് ആകുന്നത്. ഇതൊക്കെ കാണുമ്പോൾ അവരല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകാത്ത എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. പരിശുദ്ധാത്മാവ് സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണും. വേറൊരു ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ യുദ്ധം കഴിഞ്ഞിട്ടും യുദ്ധത്തിലും നിവർന്നു നിൽക്കണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമുണ്ട്. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന അന്യഭാഷയിലാകാം, അറിയാവുന്ന വചനം വെച്ചാകാം, ദൈവസന്നിധി പാട്ടുപാടി, അത് ഏതെങ്കിലും ആയിക്കോട്ടെ, ആത്മാവിൽ പ്രാർത്ഥിച്ചും എന്നിട്ട് ജാഗരിച്ച് നിൽക്കണം. സകല വിശുദ്ധന്മാരത് ഒരു കൂട്ടമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ബലമാണ്. എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കണം. പൗലോസ് പറഞ്ഞു, എന്നെ ചങ്ങലയിട്ട് ദൈവത്തിൻ്റെ സ്ഥാനാപതിയായി വെച്ചിരിക്കുകയാണ്. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായു തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിന് ഞാൻ സംസാരിക്കണം വേണം. അതിന് പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. സദാസമയം ഇത് സ്വർഗത്തിലെ ആയുധങ്ങൾ പറഞ്ഞു തരികയാണ്. പ്രാർത്ഥനയാണ്. വചനം കൊണ്ട് പ്രാർത്ഥിക്കണം, പാട്ടുപാടണം, നൃത്തം ചെയ്യണം, സ്തുതിക്കണം. ഇതൊക്കെ ഇതൊക്കെ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ യുദ്ധം കണ്ടുകൊണ്ട് ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ല വിഡ്ഢിയാന്ന് പറയത്തില്ലേ. പക്ഷേ എത്രയോ വലിയ യുദ്ധങ്ങൾ എത്രയോ മക്കൾ വീട്ടിനകത്ത് പ്രാർത്ഥിച്ചിട്ട് നേടുന്നു. നമ്മുടെ പ്രസൻസ് പോലും അവിടെ ആവശ്യമില്ല. വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്ത് പോയി ചെയ്യുന്നത് ഇവിടുന്ന് ഒരു വചനം അയച്ചാൽ മിസൈൽ പോലെ അത് ചെന്നുകൊണ്ടിട്ട് പ്രവർത്തിച്ച് ഉത്തരവുമായിട്ട് തിരിച്ചു വരുന്നൊരു ദൈവത്തിൻ്റെ ആർമറി ഓഫ് ഗോഡ്, അതായത് സ്വർഗത്തിലെ ആയുധശാലയിൽ കയറി ചെന്നിട്ട് എൻ്റെ ഈ പ്രശ്നത്തിന് ഏത് ആയുധമാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെ ഏത് വചനമാണ് ഉപയോഗിക്കേണ്ടതെന്ന് ദൈവത്തിൽ നിന്ന് അറിഞ്ഞിട്ട് തിരിച്ചു വന്ന് അതെടുത്ത് ഉപയോഗിക്കണം. അത്രയേ ഉള്ളൂ.
വളരെ സിമ്പിളാക്കാം, പക്ഷേ ഇറ്റ് നീഡ്സ് ലോട്ട് ഓഫ് കോൺസെൻട്രേറ്റഡ് എഫേർട്ട്. ദൈവത്തിൻ്റെ സന്നിധിയിരിക്കണം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ഒരു ആയുധമാണ് കർത്താവ്. അതൊരു യുദ്ധക്കളത്തിൽ ഉപയോഗിക്കേണ്ട ഒരു വലിയ ശക്തി തന്നെയാണ്. അരയ്ക്ക് സത്യം ആർമറി ഓഫ് ഗോഡാണ്. ദൈവത്തിൻ്റെ ആയുധവാണിയിലേക്ക് ഞങ്ങൾ കയറിയാണ്. എന്താണ് എടുക്കേണ്ടത് ഇന്ന്? അരയ്ക്ക് സത്യത്തിൻ്റെ അതാണ്. അത് എടുത്ത് കെട്ടുക. അരയ്ക്ക് കെട്ടിക്കഴിഞ്ഞ് നീതി കവചം. എൻ്റെ മുൻപിൽ ദൈവവുമായിട്ടുള്ള നിരപ്പാകൽ. ആരോടെങ്കിലും എനിക്ക് വിദ്വേഷം ഉണ്ടെങ്കിൽ അതെല്ലാം ക്ഷമ അറിഞ്ഞോ അറിയാതെയും ചെയ്ത പാപങ്ങളെല്ലാം ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ആ കവചം മുമ്പിലോട്ടങ്ങ് നീട്ടുകയാണ്. റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ദ ലോഡ്. പിന്നെ യുദ്ധം ചെയ്യുന്ന ദൈവമല്ലേ. നീതി കവചം, സമാധാന സുവിശേഷം. ഇത് യുദ്ധം കഴിഞ്ഞിട്ട് എനിക്കൊരു നീണ്ട സമാധാനം നീ തരും. ദൈവം ദാവീദിനോട് പറഞ്ഞു, യുദ്ധം ചെയ്തത് മതി, ഇനി നിനക്ക് സമാധാനം. അങ്ങനെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ യുദ്ധത്തിൻ്റെ സമയം കഴിഞ്ഞല്ലോ. നീ പറഞ്ഞല്ലോ, സകലതും പൂർത്തിയാക്കി നിവൃത്തനായി കഴിഞ്ഞപ്പോൾ 7-ാം ദിവസം നീ സ്വസ്ഥനായി, 7-ാം ദിവസം നീ എല്ലാത്തിനെയും അനുഗ്രഹിച്ചു. അപ്പോൾ അതിനും ഒരു സമയമുണ്ട്, ഒക്കത്തിനും കാലമുണ്ട്, ഒരു സമയമുണ്ട്. സമാധാന സുവിശേഷം കാലിന് ചേരും. വിശ്വാസം ദുഷ്ടനെതിരായിട്ടുള്ള തീ അമ്പ്. വിശ്വാസമാകുന്ന വചനം ആത്മാവാകുന്ന എടുത്തുപയോഗിക്കും. അത് ചെന്ന് കൊണ്ടിട്ട് പ്രവർത്തിച്ചിട്ടല്ലാതെ തിരിച്ചു വരത്തില്ല. ഇതെല്ലാം കഴിഞ്ഞാലും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ അതോടുകൂടി ആ യുദ്ധം തീർന്ന് പ്രാർത്ഥന നിർത്താനൊക്കത്തില്ല, വീണ്ടും പ്രാർത്ഥിക്കുക. അതിന് പര്യവസാനം തിരിച്ചു വരുന്നിടം വരെ പ്രാർത്ഥിക്കാൻ ആളുകളെ തരണം, കൃപ തരണം, നാവിന് ബലം തരണം. അടിയന് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പ്രാർത്ഥനാ കൂട്ടത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അല്ല, പ്രാർത്ഥിക്കാൻ അറിയാവുന്നവരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കണം. ഇതിന് വരമുള്ളവരെ വിളിച്ച് ചോദിക്കണം. ഇതൊക്കെ ചെയ്യിക്കും. പൗലോസ് പോലും പറയുന്നു, ഈ കാര്യങ്ങളൊക്കെ ശരിയായിട്ട് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. ഇതൊന്നും തന്നെ ഈ സ്വർഗത്തിലെ ആയുധമൊന്നും ആർക്കും എടുത്ത് ഉപയോഗിക്കാനൊക്കത്തില്ല. ഇത് ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. ഇത് ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് ജയജീവിതം നയിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം. ആ ഒരു ഇമ്പാർട്ടേഷൻ ഇന്ന് അനേകർക്ക് കൊടുക്കുന്നു. അപ്പച്ചൻ്റെ ശ്വാസം ഞങ്ങളുടെ മേൽ ഊതി ഞങ്ങളെ പുതിയ ആത്മാവിൽ നിറച്ചിരിക്കുന്നതിന് സ്തോത്രം ചെയ്തു. തലമുറകൾ ഈ യുദ്ധത്തിനുള്ള ആയുധങ്ങൾ പറഞ്ഞു കൊടുക്കണമേ. കയ്യിലിരിക്കുന്ന തോക്ക് വെറുതെ കുഞ്ഞെ. വചനമെടുക്കുക. വചനമാണ് നിൻ്റെ ശക്തി. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിൽ കർത്താവുമായിട്ട് കവചം, നീതി എന്ന കവചം ധരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് അപ്പച്ചൻ്റെ ഉപദേശത്തിനനുസരിച്ച് യുദ്ധം ചെയ്യാൻ പഠിപ്പിക്കണമേ. ജയം നിശ്ചയമാണ്. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.